എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നല്ല ചൂട് ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ രസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കുറച്ച് പുളി ഒന്ന് കുതിർത്തിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി അരക്കപ്പ് വെള്ളത്തിൽ കുതിർത്തിയെടുക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് ചേരുവകളൊന്ന് ചതച്ചെടുക്കാനുണ്ട്. അപ്പോൾ 1/2 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ഞാനിപ്പോൾ ചേർത്തത്. ഇതൊന്ന് ചതച്ചെടുത്ത ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളകാണ് ചേർക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി, കൂടുതലങ്ങ് ചതഞ്ഞു പോകേണ്ട ആവശ്യമില്ല. 7 വെളുത്തുള്ളിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. 1 പച്ചമുളകാണ് ഞാൻ ചേർക്കുന്നത്. 1-2 പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ 1 പച്ചമുളക് ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ചതച്ചെടുക്കുകയാണ്. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും ഒന്ന് ചതച്ചെടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഒരുപാടങ്ങ് ചതഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിയിൽ ചതച്ചെടുത്താൽ മതിയാകും. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള മറ്റു ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2 മീഡിയം വലുപ്പത്തിലുള്ള തക്കാളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇത് കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് ഞെരടിയെടുക്കണം. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളിവെള്ളമാണ് ചേർക്കുന്നത്. 10 മിനിറ്റ് ഞാൻ പുളി വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. 1/2 കപ്പ് വെള്ളത്തിലാണ് പുളി നമ്മൾ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ 2.5 കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ പുളിവെള്ളം ഉൾപ്പെടെ മൊത്തത്തിൽ 3 കപ്പ് വെള്ളമാണുള്ളത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. ഒരു കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത്. ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് ഇപ്പോൾ നന്നായിട്ട് ഒന്ന് പൊട്ടി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 നുള്ള് ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് ഉലുവയൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്കൊരു 3 ഉണക്കമുളകും കൂടി ചേർക്കാം. ഉണക്കമുളക് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നേരത്തെ ചതച്ച് വെച്ചിരുന്ന ആ കൂട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിങ്ങനെ വഴന്ന് വരുമ്പോൾ നല്ലൊരു മണമാണ്. അപ്പോൾ ഈ കൂട്ട് നന്നായിട്ട് ചെറിയ തീയിലൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയുമാണ് ചേർത്തത്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഈ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആ തക്കാളിയുടെ മിക്സാണ് ചേർക്കാനുള്ളത്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു രസത്തിൻ്റെ റെസിപ്പിയാണ്. ഇതിനു മുമ്പും ഞാൻ രസത്തിൻ്റെ ഒരു റെസിപ്പി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ആ ഒരു വീഡിയോ കൂടി ഒന്ന് കാണാവുന്നതാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അവസാനമായിട്ട് ഇതിലേക്ക് മല്ലിയിലയാണ് ചേർക്കുന്നത്. മല്ലിയില കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതൊരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. നല്ല ചൂട് ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന രസത്തിൻ്റെ റെസിപ്പിയാണ്. കടയിൽ നിന്നും വാങ്ങുന്ന രസം പൗഡർ ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ചേരുവകൾ വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു രസമാണിത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്